فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. صدق الله العظيم. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, പാലക്കാട് ജില്ലാ ഖുർആൻ ലേണിംഗ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ഈ സംഗമത്തിൽ ഖുർആൻ വാർത്തെടുത്ത ഒരു സമൂഹം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിൽ തടിച്ചുകൂടിയത് എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം അറിയുന്നവരും അത് ഉൾക്കൊണ്ടവരും ആയിട്ടുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഈ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിത്യജീവിതത്തിൽ
പ്രായോഗികമാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളും നിയമങ്ങളും മാത്രമാണ് ഈ ഖുർആനിലുള്ളത് എന്നതാണ് ഞാൻ സമർത്ഥിക്കുന്നത്. കാരണം മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെയോ മറ്റു തത്വശാസ്ത്രങ്ങളെപ്പോലെയോ സാഹിത്യ ഗ്രന്ഥങ്ങളെപ്പോലെയോ അനുയായികളില്ലാത്ത അല്ലെങ്കിൽ എഴുതിയ ആളുകൾ പോലും അതനുസരിച്ച് ജീവിക്കാത്ത ഒരു ശൈലിയല്ല പരിശുദ്ധ ഖുർആനിൻ്റെത്. നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഖുർആനിലുള്ള നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം നിലനിന്നിരുന്നു. ഇന്നും ഒരു വിഭാഗം അതനുസരിച്ച് നിലകൊള്ളുന്നു എന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകതയാണ്. അത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയില്ല. പല സാഹിത്യ ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്, പല നോവലുകളും കഥകളും വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളൊന്നും അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ നാട്ടിലില്ലെന്നു മാത്രമല്ല, അത് രചിച്ച ആളുകൾ പോലും ആ തത്വമനുസരിച്ച് ജീവിക്കാൻ ഒരുങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഖുർആൻ അങ്ങനെയല്ല. അത് പടച്ചതമ്പുരാൻ അയച്ചിട്ടുള്ള വേദഗ്രന്ഥമാണ്. പടച്ചതമ്പുരാൻ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. മനുഷ്യന് നിത്യജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റിയ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ ഖുർആനിലുള്ളത്. അങ്ങനെയുണ്ടായിരുന്ന ഒരു സമൂഹം കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖുർആൻ വാർത്തെടുത്ത ഒരു സമൂഹം അതേതായിരുന്നു എന്നാണ് നമ്മുടെ വിഷയം. മുമ്പ് കാലത്ത് പരിശുദ്ധ ഖുർആൻ അവതീർണമാകുമ്പോൾ ഏത് സമുദായം, ഏത് രൂപത്തിൽ, എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിത ശൈലി എന്നതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടവരാണ്. വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും പലിശയുടെയും ചൂതാട്ടത്തിന്റെയും സമൂഹത്തിൽ എന്തൊക്കെ തിന്മകൾ നിലനിന്നിരുന്നോ ആ തിന്മകൾ മുഴുവനും യാതൊരു വ്യത്യാസവുമില്ലാതെ, കുറവുമില്ലാതെ ഉൾക്കൊണ്ടിരുന്ന ഒരു ദുഷിച്ച സമുദായമായിരുന്നു പരിശുദ്ധ ഖുർആനിന്റെ അവതരണ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിരുന്നത്. ആ സമുദായത്തിന്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. മദ്യപാനം അത് ശീലമാക്കിയെന്നു മാത്രമല്ല, നേരം പുലരുമ്പോൾ തനിക്ക് ആദ്യമായി കിട്ടേണ്ടത് നുരഞ്ഞു പൊന്തുന്ന കള്ളാണെന്നും ഞാൻ മരണപ്പെട്ടെങ്കിൽ പോലും മരണത്തിനു ശേഷം മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചു മൂടണമെന്ന് വസിയത്തെഴുതി വെച്ച ആളുകളുണ്ടായിരുന്നു. തീർന്നിട്ടില്ല. ഒരു മദ്യത്തിന്റെ വീപ്പയിൽ ചാടി ചത്ത വണ്ടിനെ നോക്കിക്കൊണ്ട് ആ വണ്ടിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വണ്ടേ നീ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കവിത പാടിയിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് മാറ്റം സംഭവിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, തീർച്ചയായും കള്ളും ചൂതാട്ടവും മറ്റു തിന്മകളുമെല്ലാം പിശാചിന്റെ ദുഷ്പ്രേരണയാണ്, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നവരോട് കൽപ്പിക്കുമ്പോൾ അവർ അതിൽ നിന്ന് പരിപൂർണമായും പിന്മാറാൻ തയ്യാറാവുകയാണ്. ലവലേശം പോലും പിന്നീട് ആ വസ്തുവിനെ സമീപിക്കാതെ അവരുടെ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾക്കനുസൃതമായി ജീവിതം മാറ്റം വരുത്താൻ അവർ തയ്യാറായി. ഇന്തഹൈന യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങളിതാ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പാഞ്ഞെടുത്തിരുന്ന ആളുകളായിരുന്നു. തിന്നത് വായിൽ കൈയിട്ടുകൊണ്ട് ഛർദ്ദിച്ചിരുന്നു. നിറച്ചുവെച്ച വീപ്പകൾ അവർ തട്ടിത്തകർത്തു. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ ഈ ഒരൊറ്റ വചനം കൊണ്ട് മാത്രം. തങ്ങളുടെ പെൺകുട്ടികൾ പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി വീടിന്റെ മുകളിൽ വലിയ കൊടികൾ നാട്ടിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു.
തന്റെ ഭാര്യക്ക് സുന്ദരനായ കുഞ്ഞ് ജനിക്കണം, ബുദ്ധിമാനായ മകനുണ്ടാകണം, മകളുണ്ടാകണം എന്നതിന്റെ ആഗ്രഹത്തോടുകൂടെ തന്റെ സ്വന്തം ഭാര്യയെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന സമുദായമായിരുന്നു അവര്. പിന്നീട് പിൽക്കാലത്ത് പരിശുദ്ധ ഖുർആൻ പഠിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. ദുർബല നിമിഷത്തിൽ എന്തെങ്കിലും തിന്മകൾ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, അനർത്ഥങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മാത്രമല്ല, ജനസഞ്ചയത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രവാചകരെ, ഇന്ന തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, എന്നെ ശുദ്ധിയാക്കണം, എന്നെ എറിഞ്ഞു കൊല്ലണമെന്ന് വ്യഭിചാരത്തിന്റെ പേരിൽ വന്ന് മാപ്പപേക്ഷിച്ച, ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായ സഹാബിമാരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. പെൺകുഞ്ഞുങ്ങളെ, സ്വന്തം പെൺകുഞ്ഞിനെ ദുരഭിമാനത്തിന്റെ പേരിൽ കുഴിച്ചു മൂടിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് പരിശുദ്ധ ഖുർആൻ പഠിച്ചതിനു ശേഷം സ്വന്തം പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല, നാട്ടിലേതെങ്കിലും ഒരുത്തന്റെ പെൺകുഞ്ഞിനെ പോലും അല്ല, നാട്ടിലെ മനുഷ്യജീവികളെ മാത്രമല്ല, ഏതെങ്കിലും ആട്ടിൻകുട്ടിയെങ്ങാനും എന്റെ നാട്ടിൽ, എന്റെ പ്രദേശത്ത് പട്ടിണി കിടക്കുകയാണെങ്കിൽ അതിന് ഞാൻ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന് പോലും എന്ന ആശയം മനസ്സിലുണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനാണ് അവരെ മാറ്റിയത്. നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ കാലങ്ങളോളം യുദ്ധം ചെയ്തിരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീടോ പരിശുദ്ധ ഖുർആൻ പഠിച്ചതിനു ശേഷം, ഖുർആനിന്റെ വചനങ്ങൾ അവന് മനസ്സിലാക്കിയതിനു ശേഷം തന്റെ സഹോദരന്മാരെ തന്നെക്കാളും സ്നേഹിക്കാൻ പഠിച്ചവരായി തീർന്നു അവര്. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ എന്ന് പറയുന്നതിന്റെ കൂടെ ഞങ്ങളുടെ മുമ്പ് ഇസ്ലാം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പൊറുത്തു കൊടുക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകളെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ യാതൊരു വെറുപ്പും വിദ്വേഷവും ഒരു പകയും അവരോടുണ്ടാക്കരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും തയ്യാറായ സമൂഹമായി പിന്നീട് അവർ മാറി. ഇതെല്ലാം പരിശുദ്ധ ഖുർആൻ വരുത്തിയ മാറ്റങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മാത്രമാണ് അവരെ മാറ്റിയത്. നമ്മൾ ആലോചിച്ചു നോക്കുക, ജാലവിദ്യയല്ല. ഇന്ന് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ തന്നെയാണ്. മറ്റൊരു ചൊട്ടുവിദ്യയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടില്ല. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അയച്ചു. അദ്ദേഹം എന്തു ചെയ്തു? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതി കേൾപ്പിച്ചു. വയുസക്കീഹിം, ആ ആയത്തുകൾ കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുകയും അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് മാത്രമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുകൊണ്ടാണ് ആ സമുദായം മാറിയത്. ആലോചിച്ചു നോക്കുക. നമ്മൾ ഒരുപാട് കാലം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയവരാണ്, പഠിപ്പിക്കുന്നവരാണ്, ഖുർആനിന്റെ ആശയം ഉൾക്കൊണ്ടവരാണ്, ഖുർആനിന്റെ മഹത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കിയവരാണ്. പക്ഷേ ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട സംഗതിയുണ്ട്. സഹോദരന്മാരെ, ഈ ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത്? ഈ ഖുർആനിന്റെ ആശയവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, സ്വഹാബിമാരെ കുറിച്ച് പറയുന്നത് അവർ ഖുർആൻ ആയിരുന്നു, അവരുടെ സ്വഭാവം ഖുർആനായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ എന്ന പ്രവാചകന്റെ പ്രിയ പത്നിയോട് എന്താണ് പ്രവാചകന്റെ സ്വഭാവങ്ങൾ, എന്തൊക്കെയായിരുന്നു പ്രവാചകന്റെ ചര്യകൾ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കാൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരൊറ്റ വാക്കിൽ മറുപടി കൊടുക്കുകയാണ് ആയിഷ ബീവി. കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ തന്നെയായിരുന്നു എന്നാണ് സഹോദരന്മാരെ. അപ്പൊ ഖുർആനിന്റെ ജീവിക്കുന്ന പതിപ്പുകളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത സ്വഹാബിമാർ. ഖുർആനിന്റെ ജീവനുള്ള പതിപ്പുകളായിരുന്നു. ഖുർആനിന്റെ വചനങ്ങൾ മാത്രമാണ് അവരെ മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഗൗരവമുള്ള പ്രശ്നം, നിസ്സാരമായ വിഷയങ്ങൾ ഗൗരവമുള്ളതായി തോന്നി. വളരെ നിസ്സാരമായ വിഷയങ്ങൾ പോലും
വളരെ ഗൗരവത്തോടു കൂടിയായിരുന്നു അവർ കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ നേരെ മറിച്ചാണല്ലോ. ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് അനുഭവപ്പെടുന്നത് അല്ലേ? പലിശയും വ്യഭിചാരവും കള്ളും ചൂതാട്ടവും എല്ലാം ലോട്ടറിയും ഒക്കെ ഇന്ന് നമുക്ക് ഗൗരവമുള്ള വിഷയമല്ല. അങ്ങനെയുള്ള ആളുകൾ പള്ളി കമ്മിറ്റി പ്രസിഡന്റായി തീരുന്നു, അല്ലെങ്കിൽ നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ആളുകളായി മാറുന്നു. ഇതൊന്നും നിസ്സാരമായ വിഷയമല്ല, ഗൗരവമേറിയതാണ്, വളരെ ഗുരുതരമായതാണ്. പക്ഷേ നാട്ടുകാർക്ക് ഇന്ന് അത് നിസ്സാരമായി അനുഭവപ്പെടുന്നു. സഹാബിമാർ നേരെ വിപരീതമായിരുന്നു. നിസ്സാരമായ വിഷയങ്ങൾ അവരുടെ കണ്ണിൽ വളരെ ഗൗരവമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ, ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പകൽ സമയത്ത് അദ്ദേഹം മദീനയുടെ തെരുവീതിയിലൂടെ ഓടി നടക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാ? ഞാൻ മുനാഫിഖായി എന്നാ പറയുന്നത്. നിസ്സാരമാണോ വിഷയം? മുനാഫിഖീങ്ങൾ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി വരച്ചു കാണിച്ചു. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ താമസിക്കുന്നവരായിരിക്കും കപട വിശ്വാസികൾ എന്ന് പറഞ്ഞു. അതിന്റെ ആശയം അവർക്ക് മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടാണോ? മുനാഫിക്കിന്റെ നിർവചനം അറിയാത്തത് കൊണ്ടാണോ? ഹൻദല റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് അങ്ങാടിയിലൂടെ പാടി നടന്നത്? ഞാൻ മുനാഫിക്കായിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടുന്നത് എന്തുകൊണ്ടാ? ഞാൻ മുനാഫിക്കാണ്, നാഫഖ ഹൻദല, നാഫഖ ഹൻദല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഓടുന്നത് എന്തായിരുന്നു വിഷയം? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി, ആളുകൾ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. അദ്ദേഹത്തിന് എന്താ ഭ്രാന്തായിട്ടുണ്ടോ? അദ്ദേഹത്തിന് ബുദ്ധിക്ക് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഹൻദല നിനക്ക് സംഭവിച്ചത്? എന്താ നിനക്ക് പറ്റിയത്? ഹൻദല റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് എന്താണെന്നറിയോ? മുനാഫിക്കാകാനുള്ള കാരണം, അബൂബക്കറെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രവാചകന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകന്റെ നിർദ്ദേശങ്ങളും ഇങ്ങനെ കേൾക്കുമ്പോ സ്വർഗത്തിനെ കുറിച്ച് ഓർമ്മ വരാറില്ലേ? നരകത്തിനെ കുറിച്ച് നമുക്ക് പേടി തോന്നാറില്ലേ? പക്ഷേ നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിയാലോ, മക്കളെ കണ്ടാലോ, മാതാപിതാക്കളുടെ അടുത്തെത്തിയാലോ ആ സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചുമൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇടക്കിടക്ക് മറന്നു പോകുന്നില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുനാഫിക്കാണ്, ഞാൻ മുനാഫിക്കായിരിക്കുന്നു. രണ്ട് സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ട്. പ്രവാചകന്റെ മുമ്പിൽ ഒരു തഖ്വയും നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് മറ്റൊരു തഖ്വയും. സഹോദരന്മാരെ, നമ്മൾ മുനാഫിക്കാണ് എന്ന് നമുക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പള്ളിയിലൊരു തഖ്വ, പള്ളിയിലൊരു പ്രത്യേക ഭക്തി, ആളുകൾ കൂടുന്നിടത്ത് മരണ വീട്ടിൽ ചെന്നാൽ ഒരു പ്രത്യേക ഭക്തി, അതല്ല നമ്മുടെ കച്ചവടത്ത് സ്ഥലത്ത് ചെല്ലുമ്പോ മറ്റൊരു ഭക്തി, മറ്റൊരു ജീവിതം, മറ്റൊരു സ്വഭാവം നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇവർക്ക് തോന്നിയതുപോലെയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ വന്നു പോയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കുക. ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ പേടി അതായിരുന്നു. പ്രവാചകൻ സദസ്സിൽ തഖ്വയുണ്ട്. വീട്ടിലെത്തിയ ആ സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും ഇടക്ക് മറന്നുപോവുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചു, ശരിയാണ് കേട്ടോ, അങ്ങനെ എനിക്കും തോന്നാറുണ്ട്, നമുക്ക് പോകാം. പ്രവാചകന്റെ അടുത്ത് ചെന്നുകൊണ്ട് അവർ വിഷയം അവതരിപ്പിക്കുന്നു. കരഞ്ഞുകൊണ്ട് പറയുന്നു, പ്രവാചകരെ ഞങ്ങൾ മുനാഫിക്കാകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം കേട്ടതിന് ശേഷം അവരെ രണ്ടുപേരെയും സമാധാനിപ്പിക്കുകയാണ്. ഹൻദല, ഒരിക്കലും പേടിക്കേണ്ടതില്ല, മനുഷ്യനാണല്ലോ. മനുഷ്യന്റെ ജീവിതത്തിൽ, മനുഷ്യന്റെ മനസ്സിൽ അത്തരത്തിലുള്ള ചിന്തകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന് മറവി കൂടുതലാണ്, മനുഷ്യന്റെ സ്വഭാവമാണത്. അതുകൊണ്ട് ഒരിക്കലും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, അക്കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. സാഅതൻ ഫസാഅ, ഇടക്കിടക്കൊക്കെ അങ്ങനെ സംഭവിക്കാമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കുകയാണ്. ഞാൻ പറയുന്നത്, എന്തായിരുന്നു അവരുടെ സ്വഭാവം, എന്തായിരുന്നു അവരുടെ മനസ്ഥിതി? നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമായി അവർക്ക് തോന്നാനുള്ള കാരണമെന്താ? ഈ ദുനിയാവിൽ അല്പം പ്രയാസം സഹിച്ചാലും, ദുനിയാവിൽ അപമാനം നേരിടേണ്ടി വന്നാലും, പടച്ചതമ്പുരാന്റെ കോടതിയിലെത്തുന്ന സന്ദർഭത്തിൽ മരണപ്പെട്ടതിനു ശേഷം വിചാരണ ചെയ്യപ്പെടുന്ന വേളയിൽ രക്ഷപ്പെടണം, ആളുകളുടെ മുമ്പിൽ വഷളാകരുത് എന്നൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രമായിരുന്നു അവർക്ക് ആലോചന വരാൻ കാരണം. അത്വാഉസ്സലമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹം വലിയ തുന്നൽക്കാരനാണ്, വലിയ ടൈലറാണ്.
യമനിലെ വളരെ വിലപിടിപ്പുള്ള നൂലുകൾ കൊണ്ടുവന്ന അദ്ദേഹം ഒരിക്കൽ വലിയൊരു വിരിപ്പ് തുന്നി തയ്യാറാക്കി. നല്ല കാണാൻ ഭംഗിയുള്ള ചന്തമുള്ള ഒരു വിരിപ്പ് തുന്നി തയ്യാറാക്കിയിട്ട് നല്ല വില കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹം അങ്ങാടിയിലേക്ക് ഇറങ്ങി. ചന്തയിലേക്ക് ഇറങ്ങിയിട്ട് ആളുകളോട് പരസ്യം ചെയ്തു, ഇതാ ഇന്ന പ്രത്യേകതകളൊക്കെ ഉണ്ട്, ഇന്ന വില കൊടുത്ത് വാങ്ങിയതാണ് ഞാനിത് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ അദ്ദേഹം പ്രദർശിപ്പിച്ചു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. യമനിലെ നൂല് കൊണ്ടുണ്ടാക്കിയതാണല്ലേ, നല്ല വില പിടിപ്പുള്ള നൂലുകളാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പല ആളുകളും വില ചോദിച്ചു. പക്ഷേ താങ്ങാൻ കഴിയാത്ത വിലയായിരുന്നു. അദ്ദേഹം വാങ്ങിയ, അദ്ദേഹത്തിന് എടുക്കേണ്ടി വന്ന വില ഏറ്റവും കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് വാങ്ങാൻ കഴിഞ്ഞില്ല. ഒരാള് വലിയ സമ്പന്നനായ ഒരാള് വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അത്തായെ, നീ ഈ ഇന്ന സ്ഥലത്ത് വെച്ച നൂല് അത് കുറച്ച് മോശമായി പോയി, അല്ലെങ്കിൽ ഈ ചിത്രം, ഈ രൂപം അത് കുറച്ച് അങ്ങോട്ട് മാറ്റാമായിരുന്നു എന്നൊക്കെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ന്യൂനതകളൊക്കെ മറ്റൊരാൾ വന്നുകൊണ്ട്, വലിയൊരു സമ്പന്നൻ വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ആളുകൾ ഇങ്ങനെ പേടിക്കുകയാണ്, എന്താ ഇയാൾക്ക് പറ്റിയത്, എന്തേ ഇപ്പൊ ഞാൻ പറഞ്ഞത്, എന്തേ ഇപ്പൊ ആളുകൾ ആരെങ്കിലും ഇദ്ദേഹത്തെ ഉപദ്രവിച്ചോ, എന്തിനാണ് ഇയാൾ കരയുന്നത് എന്ന് ആളുകൾ അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നിങ്ങള് ഈ ഞാൻ വളരെ വില പിടിപ്പുള്ളതാണെന്ന് പറഞ്ഞു കൊണ്ടുവന്ന വിരിപ്പിന് വില കുറച്ച് കണ്ടത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, ഇന്ന ഇന്ന ന്യൂനതകളൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച് ഞാൻ ഇതുപോലെയുള്ള ഒരുപാട് വിരിപ്പുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങോട്ട് വേണ്ടിയാണ്? അത് പരലോകത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമസ്കാരമാണത്, നോമ്പാണത്, ഞാൻ ചെയ്തിട്ടുള്ള ഹജ്ജാണ്, സൽക്കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ഒരുപാട് വിരിപ്പുകൾ ഞാൻ എൻ്റെ ജീവിതകാലത്ത് നെയ്തു വെച്ചിട്ടുണ്ട്. അത് പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങളിപ്പോ കാണിച്ചതുപോലെ അള്ളാഹു എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു വെച്ച്, അതായെ, നീ നമസ്കരിച്ച നമസ്കാരത്തിൽ ഇന്ന കുറവുകളുണ്ട്, നീ അനുഷ്ഠിച്ച നോമ്പിൽ ഇന്ന തകരാറുകളുണ്ട്, നീ നിർവഹിച്ച ദാനധർമ്മത്തിൽ ഇന്ന ഫാൾട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് വീണ്ടും നമസ്കരിക്കാൻ കഴിയില്ലല്ലോ, വീണ്ടും നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. അതല്ലാതെ ഈ തുണിയുടെ വില കുറയുമെന്ന് വിചാരിച്ചിട്ടല്ല. അതായിരുന്നു അവരുടെ മനസ്ഥിതി. ആലോചിച്ച് നോക്കുക നിങ്ങൾ. നമ്മളൊക്കെ ദുനിയാവിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നമസ്കരിക്കുന്നില്ലേ, നോമ്പനുഷ്ഠിച്ചിട്ടില്ലേ, ദാനധർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ലേ, അതൊക്കെ സ്വീകരിച്ചോ ഇല്ലേ? നമ്മളൊക്കെ നിസ്കരിച്ചു തീർക്കുകയാണ്, നോമ്പനുഷ്ഠിച്ച് വീട്ടുകയാണ് അല്ലേ? അതൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് സ്വീകരിക്കാനുള്ള ഒരു തേട്ടം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കഅബാലയം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് കേണപേക്ഷിക്കുന്നത് എന്താണെന്നറിയോ? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. കഅബാലയം നിർമ്മിച്ചതിനു ശേഷം രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്ന് നീ ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയായിരുന്നു. കഅബാലയം നിർമ്മിക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ കഅബാലയം പൂർത്തീകരണത്തിനു ശേഷം അവർ പ്രാർത്ഥിക്കുന്നത് സ്വീകരിക്കണേ എന്നാണ്. നമസ്കരിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നത് തന്നെ വലിയ ഔദാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. റമദാൻ മാസത്തിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവൻ അത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ നൽകുന്ന 100 രൂപ, 1000 രൂപ, 10,000 രൂപ വലിയൊരു സംഭാവനയായിട്ട്
നമ്മൾ എണ്ണുകയാണെങ്കിൽ സഹോദരന്മാരെ, അത് അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയാണോ, ആത്മാർത്ഥമായി നൽകിയതാണോ? അത് നൽകിയതിനു ശേഷം അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കണമേ എന്നൊരു തേട്ടം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. അത്വാ ഉസ്സലമി റളിയല്ലാഹു അൻഹു പറയുന്നത് അതാണ്. ഞാൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ അള്ളാഹു പരലോകത്ത് ചെല്ലുമ്പോൾ ഇതിൽ ഇന്ന ന്യൂനതകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ദുനിയാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ന്യൂനതകൾ പരിഹരിച്ച് പരലോകത്തേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ഭയം. അതാ ഞാൻ പറഞ്ഞത്, നിസ്സാരമെന്ന് നമ്മൾ കണ്ണിൽ കാണുന്ന വിഷയങ്ങൾ അവർക്ക് ഗൗരവമായി തോന്നിയിരുന്നു. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മാസങ്ങളോളം ആഴ്ചകളോളം കരഞ്ഞില്ലേ? എന്തിന്റെ പേരിലായിരുന്നു? പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വചനം അവതരിച്ചപ്പോൾ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരായ ആളുകൾ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് കേൾക്കുമ്പോൾ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പരാതി പറയുന്നു. പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇന്നി ഉഹിബ്ബു സൗബൽ ജമീൽ വന്നഅലൽ ജമീൽ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് പുതിയ വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടാണ്. പുതിയ ചെരുപ്പ് ധരിക്കുമ്പോൾ എനിക്ക് സന്തോഷം അനുഭവപ്പെടാറുണ്ട്. പുതിയ വസ്ത്രവും പുതിയ ചെരുപ്പും ധരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ ആയത്തിന്റെ ഗണത്തിൽ അള്ളാഹു ദുരഭിമാനി എന്ന് വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ, അഹങ്കാരി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എങ്ങാനും ഉൾപ്പെടുമോ എന്ന് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്നുകൊണ്ട് ഭയം അവതരിപ്പിക്കുകയാണ്. പേടിയോടുകൂടെ പ്രവാചകനോട് ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിക്കുന്നു. യാ സാബിത്ത് ഇബ്നു ഖൈസ്, അൻത ലസ്ത മിൻഹും തഈശു ബിഖൈരിൻ വതമൂതു ബിഖൈർ വതദ്ഖുലുൽ ജന്ന. സാബിത്ത് ഇബ്നു ഖൈസേ, അൻത ലസ്ത മിൻഹും, നീ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ പെടുകയില്ല. തഈശു ബിഖൈരിൻ, നന്മയോടുകൂടെ ജീവിച്ച ആളാണ് നീ. വതമൂതു ബിഖൈർ, നന്മയോടുകൂടെ തന്നെ നീ മരണപ്പെടും. വതദ്ഖുലുൽ ജന്ന, തീർച്ചയായും നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ്. പുതിയ ചെരുപ്പ് ധരിച്ചു എന്നതുകൊണ്ട് അഹങ്കാരിയാവുകയില്ല. പുതിയ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് അഹങ്കാരിയാവുകയില്ല. നേരെ മറിച്ച് പുതിയ വസ്ത്രം ധരിക്കുമ്പോ എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, എന്നെ എല്ലാവരും ഒന്ന് നോട്ടമിടണം, ഞാൻ ആളുകളുടെ മുമ്പിൽ ഉന്നതനായി നിലകൊള്ളണം എന്ന ഒരു ചിന്ത, ആ മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ അഹങ്കാരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്. അതേ സ്വഹാബി തന്നെ മറ്റൊരു വചനം ഇറങ്ങുന്ന സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് നമസ്കാരത്തിന് വേണ്ടിയല്ലാതെ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകും. പ്രവാചകനെ കാണാൻ വിസമ്മതിക്കുന്നു. പ്രവാചകനോട് അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് നാണം തോന്നുന്നു, അല്ലെങ്കിൽ ഭയം തോന്നുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, വിശ്വാസികളായ ആളുകളെ, ലാ തർഫഉ അസ്വാതകും, ഒരിക്കലും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. ഫൗഖ സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ ഒരിക്കലും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകരുത് എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹുജറാത്തിലെ വചനം അവതരിക്കുമ്പോൾ ഈ സാബിത്ത് ഇബ്നു ഖൈസ് പ്രവാചകനെ കാണാൻ വിസമ്മതിക്കുന്നു. പ്രവാചകനെ കാണാൻ പേടി തോന്നുകയാണ്. പ്രവാചകനോട് സംസാരിക്കാൻ പറ്റാതെ കാലങ്ങളോളം വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു. പ്രവാചകൻ അന്വേഷിച്ചു, എന്തേ ഇപ്പൊ സാബിത്തിനെ കൂടുതൽ കാണുന്നില്ലല്ലോ, സാബിത്തിനെ സംസാരിക്കാൻ കിട്ടുന്നില്ലല്ലോ, കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോ ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചറിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് ഇതാണ്: എന്റെ ശബ്ദം കുറച്ച് പരുക്കനാണ്, എന്റെ ശബ്ദം വലിയ ശബ്ദമാണ്, എനിക്ക് സംസാരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദം ഉയർന്നു പോകുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ പ്രവാചകനെ അഭിമുഖീകരിക്കാത്തത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ചിന്തിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. ഓരോ വചനങ്ങൾ ഇറങ്ങുമ്പോ ഓരോ പുതിയ മനുഷ്യന്മാരായി അവർ മാറുകയാണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുമ്പോ എന്തെങ്കിലും ഒരു മോശമായ മനസ്ഥിതിയോ വിചാരമോ അവരുടെ ജീവിതത്തിലോ മനസ്സിലോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറ്റിക്കൊണ്ട്
കൊണ്ടാണ് അവർ പുറത്തേക്ക് പുറപ്പെടുന്നത്. ഒരിക്കൽ വിശ്വാസിനികളായ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം ഉരുവിടുകയാണ്. വകുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനം ഓതുമ്പോൾ സഹാബി വനിതകൾ പേടിച്ചു പോകുന്നു. എന്തേ? കുല്ലിൽ മുഅ്മിനാത്ത് വിശ്വാസിനികളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന അവരുടെ കണ്ണുകൾ താഴ്ത്തണം, അനാവശ്യ നോട്ടം പാടില്ല, മോശമായ വിചാരത്തോടുകൂടെയുള്ള കണ്ണിന്റെ നോട്ടം പോലും പാടില്ല. അവരുടെ ഗുഹ്യ അവയവങ്ങൾ അവർ സംരക്ഷിച്ചു കൊള്ളണം എന്ന് പറയുന്നു. അവരുടെ മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ എന്ന് പ്രവാചകന്റെ പരിശുദ്ധ ഖുർആനിന്റെ വചനം അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുമ്പോ അവര് ആ സമയം വരെ ഉണ്ടായിരുന്ന അവരുടെ മുഖമക്കനകൾ വേലിപ്പടർപ്പിൽ നിന്ന് മുള്ളുകൾ എടുത്തുകൊണ്ട് അവർ കൂട്ടിത്തുന്നുകയാണ്. അവരുടെ ജീവിതം മാറുകയാണ്, അവരുടെ സ്വഭാവം, അവരുടെ ശൈലി അവർ മാറ്റാൻ തയ്യാറാവുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ വചനം ഉണ്ടാകുമ്പോ മഫ്ത ഇട്ടിട്ടുള്ള ആളുകൾ, മുഖമക്കന ഇട്ടിട്ടുള്ള ആളുകൾ അവരുടെ മുഖമക്കനകൾ മാറിടത്തിലൂടെ തൂക്കിയിടണമെന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു കെട്ടുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് നമ്മുടെ സഹോദരിമാർക്കുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എത്ര കേട്ടവരാ നമ്മൾ, ഖുർആൻ ലേണിംഗ് സ്കൂളിൽ പങ്കെടുത്തവരാ നമ്മൾ. നേരത്തെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞല്ലോ. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സുന്ദരമായി പാരായണം ചെയ്യാൻ ഉള്ളത് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു പ്രവാചകൻ അവരെ മാറ്റിയെടുത്തത്. അങ്ങനെയുള്ള ഒരു ഉത്തമമായ സമുദായമായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് പരിശുദ്ധ ഖുർആൻ വാർത്തെടുത്ത സമൂഹം. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രിയപ്പെട്ട അനുയായികളായി മാറിയത്. ത്യാഗം ചെയ്യാൻ, ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൽ എന്തുവിധ പ്രയാസങ്ങളും സഹിക്കാൻ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവരെല്ലാവരും തയ്യാറായിരുന്നു. അതില് മറ്റൊരു വിഷയവും അവർക്ക് പ്രശ്നമായിരുന്നില്ല. മറ്റൊരു കാര്യവും, ഭൗതികമായ ഒരു വിഷയവും അവരുടെ ജീവിതത്തിൽ പ്രധാനമായിട്ട് അവർക്കുണ്ടായിരുന്നില്ല. അവർക്ക് സ്വന്തമായി എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ കൂട്ടുകാരെ, അവരുടെ സഹോദരന്മാരെ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന മറ്റു സഹോദരന്മാരെയായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയിരുന്നത്. പരിശുദ്ധ ഇസ്ലാമായിരുന്നു, പരിശുദ്ധ ഖുർആനായിരുന്നു, അള്ളാഹുവിന്റെ കാര്യമായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളായിരുന്നു അവർക്ക് പ്രധാനം. പ്രവാചകനായിരുന്നു അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നത്. ബദർ യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ഒരുങ്ങാൻ വേണ്ടി തയ്യാറായപ്പോ അവർ യുദ്ധത്തിന് വേണ്ടി പോയതല്ലല്ലോ. ആലോചിച്ചു നോക്കുക, ചരിത്രം നമുക്കറിയാം. യുദ്ധത്തിന് വേണ്ടിയല്ല അവർ പുറപ്പെട്ടത്. എന്നിട്ട് അവർക്ക് അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണ അറബികൾ ഉപയോഗിക്കാറുള്ള നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ആയുധങ്ങളല്ലാതെ മറ്റ് ആയുധങ്ങളൊന്നും അവരുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ട് പോലും പ്രവാചകൻ സന്നിഗ്ധ ഘട്ടത്തിൽ അവരോട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറായപ്പോ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ വാക്കുകളുണ്ട്. പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയും കൂട്ടി ബർക്കുൽ ഗിമാദിലേക്കാണെങ്കിൽ പോലും, അതല്ല, ഒരു കടലിന്റെ ഓരത്ത് ചെന്നുകൊണ്ട് കടലിലേക്ക് താങ്കൾ ആദ്യം എടുത്തു ചാടുകയും ഞങ്ങളോട് താങ്കളുടെ പിന്നാലെ ചാടാൻ കൽപ്പിക്കുകയും ചെയ്താൽ അതിനും ഞങ്ങൾ തയ്യാറാണ് റസൂലേ. താങ്കൾ എന്തെങ്കിലും തീരുമാനിച്ചോളൂ, അത് ഞങ്ങൾ ശിരസ്സ വഹിക്കാൻ തയ്യാറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. ഘോര യുദ്ധങ്ങൾ കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ ഇടവേളകൾക്ക് വേണ്ടി മാത്രം വീടുകളിൽ വന്നുകൊണ്ട് സുദീർഘമായി ചുട്ടുപൊള്ളുന്ന മണൽക്കാടുകളിലൂടെ നടന്നു പോകേണ്ട സാഹചര്യത്തിൽ പോലും പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറയുമ്പോൾ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ എന്ന് മൂസാ നബിയുടെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. മൂസ, നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോളൂ, ഞങ്ങളിതാ ഇവിടെ സുഖമായി ഇരിക്കാം എന്ന് മൂസാ നബിയോട് ഇസ്രായേൽ സന്തതികൾ
പറഞ്ഞതുപോലെ റസൂലേ ഒരിക്കലും ഞങ്ങൾ താങ്കളോട് പറയുകയില്ല ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്താളൂ, ഇന്നാ മഅകും മുഖാതിലൂൻ, താങ്കളുടെ കൂടെ ഇതാ ഞങ്ങളും വരാൻ തയ്യാറാണ്, താങ്കളുടെ കൂടെ ഞങ്ങളും ഇതാ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, താങ്കൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ടാണ് അവർ മാറിയത്. ഇസ്ലാമിന്റെ മാർഗത്തിൽ എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഒരുപാട് സ്ത്രീകളാണല്ലോ എന്റെ മുമ്പിൽ കൂടുതലിരിക്കുന്നത്. സഹാബി വനിതകൾ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാവരോടും ഒരുങ്ങാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി പറയുമ്പോ ഒരു സഹാബി വനിത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, പ്രവാചകരെ ഇതാ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ആ സ്ത്രീ കൊണ്ടുവന്നിട്ടുള്ളത്. എന്റെ വീട്ടിൽ ആയുധങ്ങളില്ല, താങ്കളുടെ യുദ്ധത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ സമ്പത്തും എന്റെ വീട്ടിലില്ല, യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കി വെക്കാനുള്ള കുതിരകളോ ഒട്ടകങ്ങളോ അല്ല, യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളോ യുദ്ധം ചെയ്യാൻ പറ്റിയ ചെറുപ്പക്കാരോ എന്റെ ഭർത്താവോ വീട്ടിലില്ല. അതുകൊണ്ട് പ്രവാചകരെ എന്റെ കയ്യിലുള്ളത് ഈ ഒരു ചോരക്കുഞ്ഞു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബി വനിത പ്രവാചകനോട് പറയുന്നു, ഇതാ ഞാൻ നിങ്ങൾക്ക് ഇതിനെ ദാനം ചെയ്യുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്തിനാണ് ഇതിനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയോ? പ്രവാചകരെ ഈ കുഞ്ഞിനെ കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ അറിയില്ല എന്നെനിക്കറിയാം. അമ്പ് വരുമ്പോൾ അമ്പ് എയ്യാനോ അല്ലെങ്കിൽ വാളുകൊണ്ട് പടവെട്ടാനോ ഇവന് കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഇവനെ കൊണ്ട് ഒരു ഉപകാരം ചെയ്യാൻ കഴിയും. എന്താണെന്നറിയോ? താങ്കളുടെ നേരെ വല്ല അമ്പുകളും വരുമ്പോൾ ഇവനെ ഉയർത്തിപ്പിടിച്ചാൽ ഒരമ്പെങ്കിലും താങ്കളുടെ ശരീരത്തിൽ നിന്ന് തടുക്കാൻ ഈ ചോരക്കുഞ്ഞിനെ കൊണ്ട് കഴിയുമല്ലോ. അതുകൊണ്ട് താങ്കൾക്ക് വേണ്ടി ഞാൻ ഇവനെ സമർപ്പിക്കുകയാണ് എന്ന് ആ സഹാബി വനിത പറയുകയാണ്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ആരായിരുന്നു ഉമ്മു അമ്മാറ? ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയുടെ സഹോദരനും ഭർത്താവും ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട ആ വേളയിൽ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ രണാങ്കണത്തിലേക്ക് ഓടി ചെല്ലുന്നു. ആളുകളെ തടഞ്ഞു വെക്കുന്നു. ഉമ്മു അമ്മാറ, എങ്ങോട്ടാ നീ പോകുന്നത്? ഇപ്പൊ അങ്ങോട്ട് പോകേണ്ടതില്ല, നിന്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്, ഒരിക്കലും നീ ഇപ്പോ ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ഈ തടഞ്ഞു വെച്ച ആളുകളോട് ചോദിക്കുന്നത്, ഭർത്താവല്ലേ പോയത്, സഹോദരനല്ലേ മരണപ്പെട്ടത്, എന്റെ ഹബീബായ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറപ്പെടുന്നത്, എന്നെ വിടൂ, എന്നെ തടഞ്ഞു വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ആ ഉഹുദ് രണാങ്കണത്തിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും പൊതിഞ്ഞു നിൽക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ റഅയ്തു യമീനൻ വശിമാലൻ ഇല്ലാ വഅന അറാഹാ തുഖാതിലു ദൂനി. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും കാണുന്നത് ആരെയാണ്? ഉമ്മു അമ്മാറയെയാണ്. ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാലും കാണുന്നത് ഉമ്മു അമ്മാറയെയാണ്. എനിക്കൊരമ്പുമേൽക്കാതിരിക്കാൻ വേണ്ടി, എന്നെ ഒരു വാളും സ്പർശിക്കാതിരിക്കാൻ വേണ്ടി പരിച കൊണ്ട് തടുക്കുന്ന ഉമ്മു അമ്മാറയെയാണ്. ചുറ്റുഭാഗവും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നുണ്ട്, തന്റെ സ്വന്തം ആങ്ങള മരണപ്പെട്ട് കിടക്കുന്നുണ്ട് ആ യുദ്ധത്തിൽ. എന്തേ സംഭവിച്ചത്? ഉമ്മു അമ്മാറ അന്വേഷിക്കാൻ പോയിട്ടില്ല. റസൂലിനൊന്നും സംഭവിക്കരുതേ. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിന തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. റസൂലേ, അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇൻകാന ആബാവുക്കും, നിങ്ങളുടെ വാപ്പമാരാണോ, വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളാണോ, നിങ്ങളുടെ സഹോദരന്മാരാണോ, നിങ്ങളുടെ ഭർത്താക്കന്മാരാണോ, നിങ്ങളുടെ മറ്റു കുടുംബാംഗങ്ങളാണോ, നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന അത്യാർത്ഥിപൂർവം ശേഖരിച്ചു വെക്കുന്ന സമ്പത്താണോ, അതല്ല
നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും പ്രിയപ്പെട്ടതായി അനുഭവപ്പെടുന്നുവെങ്കിൽ വതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നോളൂ, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി തോന്നേണ്ടത് അള്ളാഹുവിനെയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടതായി അനുഭവപ്പെടേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്, അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയാണ്. അതല്ല നിങ്ങളുടെ മാതാപിതാക്കളാണോ, ഭാര്യ ഭർത്താക്കന്മാരാണോ, മക്കളാണോ, നിങ്ങളുടെ കുടുംബമാണോ, നിങ്ങളുടെ തറവാടാണോ, വീടാണോ, കച്ചവടമാണോ, സമ്പത്താണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് എങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായിട്ടില്ല എന്ന ബോധം ഈ ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലിനെ തടുക്കാൻ വേണ്ടി ഉഹുദ് രണാങ്കണത്തിലേക്ക് പാഞ്ഞെടുത്തത്. ആങ്ങളെയും ഭർത്താവും മരണപ്പെട്ടിട്ട് പോലും സ്ത്രീകൾക്കുള്ള മാതൃകയാണ്, വനിതകൾക്കുള്ള മാതൃകയാണ്. പരിശുദ്ധ ഖുർആൻ ജീവിതത്തിലേക്ക് കയറി വന്നാൽ എങ്ങനെ മാറണം എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തമായ മാതൃകയായിരുന്നു ആ സഹാബി വനിതയുടെ ജീവിതം. ഉഹുദ് രണാങ്കണത്തിൽ പല യുദ്ധക്കളത്തിലും മുറിവുകൾ സംഭവിച്ച് മാരകമായ പരിക്കുകൾ സംഭവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു യുദ്ധത്തിന് വിളിക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ മുൻപന്തിയിലുണ്ടായിരുന്നത് ആളുകളായിരുന്നു. എന്തേ അവർക്കുണ്ടായിരുന്നത്? ദുനിയാവിൽ അല്പമൊക്കെ പ്രയാസം സഹിച്ചാലും, ദുനിയാവിൽ കഷ്ടത അനുഭവപ്പെടേണ്ടി വന്നാലും പരലോകത്ത് രക്ഷപ്പെടണമെന്നൊരൊറ്റ ചിന്തയായിരുന്നു. ഒരു സഹാബി യുദ്ധക്കളത്തിൽ തന്റെ വലത് കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്, മുഴുവനായി പോന്നിട്ടില്ല. അദ്ദേഹത്തിന് തുടർന്ന് യുദ്ധം ചെയ്യാൻ, മുൻപന്തിയിലേക്ക് കയറാൻ അദ്ദേഹത്തിന് ഈ ഒടിഞ്ഞു തൂങ്ങിയ കൈ പ്രയാസം സൃഷ്ടിക്കുന്നു, തടസ്സം സൃഷ്ടിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? തന്റെ കാലിന്റെ ചോട്ടിൽ ഈ കൈകളുടെ വിരലുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം വലിച്ചൂരുകയാണ്. ഈ കൈ മുറിഞ്ഞ് അറ്റു വീഴുന്നു. എന്നിട്ട് അദ്ദേഹം തടസ്സം ഒഴിവാക്കിക്കൊണ്ട് ശത്രുവിന്റെ പക്ഷത്തേക്ക് മുന്നേറുകയാണ്. മറ്റൊരു സഹാബി മുറിഞ്ഞു വീണ കാലിൽ നിന്ന് രക്തമൊഴുകുന്നു. ആ കാലിന്റെ വിരലുകൾ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യൻ ആ കാലുകളെ നോക്കിക്കൊണ്ട് പാടി, മുസ്ലിമു വഅർജു ബിഹി ഐശം മിനല്ലാഹി ആലിയ. എന്റെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ട്, പക്ഷേ കാല് മുറിഞ്ഞു പോയത് മുസ്ലിമായി കൊണ്ടാണ്, ഞാൻ ജീവിക്കുന്നത് മുസ്ലിമായി കൊണ്ടാണ്, ഞാൻ മരണപ്പെടുകയാണെങ്കിലും മുസ്ലിമായി കൊണ്ടാണ് മരണപ്പെടുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഞാൻ മരണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിലെ യാതൊരു പ്രതിസന്ധിയും എനിക്ക് പ്രശ്നമല്ല. വഅർജു ബിഹി ഐശം മിനല്ലാഹി ആലിയ. ഉന്നതമായ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉന്നതമായ ഒരു ജീവിതം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതെവിടെയാണ്? ദുനിയാവിലല്ല, പരലോകത്ത് ചെന്നാൽ മരണത്തിന് ശേഷമുള്ള ജീവിതം. അതാണ് ഞാൻ പ്രധാനമായി കാണുന്നത്. കാല് മുറിഞ്ഞാലും പ്രശ്നമില്ല, കൈകൾ അറ്റുപോയാലും എന്നെ അത് വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി വീണ്ടും രണാങ്കണത്തിലേക്ക് മുന്നേറുകയാണ്. സഹോദരന്മാരെ, ഇതായിരുന്നു സഹാബിമാരുടെ ജീവിതം. ഈ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവരെ വാർത്തെടുത്തത്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയാലോ. ഉഹുദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ 80-ലധികം മുറിവുകൾ പറ്റിയിട്ട് അദ്ദേഹം മരിച്ചു വീണിട്ടുള്ളത്, ഷഹീദായിട്ടുള്ളത്. അദ്ദേഹം 80-ലധികം മുറിവുകൾ പറ്റിയിട്ടും യുദ്ധക്കളത്തിൽ മുഖം മണ്ണോട് ചേർത്തുകൊണ്ടാ കിടക്കുന്നത്. ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്, ആ കിടപ്പിനെ കുറിച്ച് വർണ്ണിച്ചത് എന്താണെന്നറിയോ? അദ്ദേഹം മുഖം കുത്തി കിടക്കാനുണ്ടായ കാരണം എന്താ? എന്റെ കാരണത്താൽ, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമ്പിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ മരിച്ചതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടുക്കാൻ ആളില്ലേ? പ്രവാചകന്റെ ആക്രമണങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കുന്ന ആക്രമണങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടി പരിചയമായി നിൽക്കാൻ, സംരക്ഷണമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കൂടുതൽ സമയം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന മാനസിക വിഷമം അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖം കുത്തിക്കിടക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്, ആ രംഗത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്, അല്ലെങ്കിൽ അവരെഴുതി വെക്കുകയാണ്. ഇതായിരുന്നു അവരുടെ മനസ്ഥിതി. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കുക. പരിശുദ്ധ ഖുർആൻ അവരെ മാറ്റിയതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.
മുമ്പുണ്ടായിരുന്ന അവരുടെ അവസ്ഥ വിശദീകരിക്കാത്ത നമുക്കറിയാവുന്നതാണ്. എങ്ങനെ ഈ പരിശുദ്ധ ഖുർആൻ അവരെ മാറ്റി? എന്തൊരു ജാലവിദ്യ അല്ലെങ്കിൽ മാജിക്കാണ്, മായാജാലമാണ് അവരിൽ പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്? അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ വല്ല മാറ്റവും അക്കാലത്തുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇക്കാലത്ത് നമുക്ക് കിട്ടിയ ഏതെങ്കിലും ഖുർആനിന്റെ വചനങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കിട്ടിയിരുന്നോ? അല്ലെങ്കിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരാത്ത വല്ല കാര്യവും അവരെ പഠിപ്പിച്ചു കൊടുത്തിരുന്നോ? അത് നമ്മൾ ആലോചിക്കേണ്ടതാ. എന്താ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാത്തത്? അങ്ങനെ മാറാൻ നമ്മൾ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് വളരെ ബുദ്ധിയോടുകൂടെ, വളരെ ആലോചനയോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണത്. ഒരുപാട് സഹാബിമാരുടെയും സഹാബി വനിതകളുടെയും ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമുക്ക് പാഠമാകണം. അതിങ്ങനെ കേട്ടിട്ട് ആവേശം കൊള്ളാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ആവേശം കൊള്ളലല്ല നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയല്ല ഈ പന്തല് കെട്ടിയത്, അതിനുവേണ്ടിയല്ല ഈ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഏത് രൂപത്തിലാണ് സഹാബിമാർ മാറിയത്? ഏത് രൂപത്തിലാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്? അത് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. സഅദ് സലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം വിരൂപനായ ഒരു മനുഷ്യനായിരുന്നു, കറുത്ത വർഗക്കാരനായിരുന്നു. അദ്ദേഹം അടിമ വംശത്തിൽപ്പെട്ട ആളായിരുന്നു. പ്രവാചകന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് കൂട്ടുകാരില്ല, എന്നെ കുടുംബങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിൽ പ്രവേശിച്ചതിന് ശേഷം എനിക്ക് വിവാഹപ്രായമെത്തിയിട്ടും എനിക്ക് കല്യാണം കഴിച്ചു തരാൻ ആരും തയ്യാറാകുന്നില്ല. വേണ്ട, ഞാൻ വിശന്ന് വലയുമ്പോ അല്പം ഭക്ഷണം ചോദിച്ചാൽ തരാൻ ആളുകളില്ല. ദാഹിക്കുമ്പോ കുറച്ച് വെള്ളം തരാൻ ചോദിച്ചാൽ ആളുകൾ എനിക്ക് വെള്ളം പോലും തരാൻ തയ്യാറില്ല. എന്നെ കാണുമ്പോൾ ആളുകൾ തുപ്പുകയാണ്, ആട്ടി അകറ്റുകയാണ്. വെയിലത്ത് ഒരു വീടിന്റെ ഓരത്ത് ഞാൻ കയറി നിൽക്കുകയാണെങ്കിൽ എന്നെ ആളുകൾ അവിടുന്ന് ആട്ടി പറഞ്ഞയക്കുകയാണ് എന്ന് സഅദ് സലമി റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും കൂടിയിരുന്ന സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട വളരെ പ്രധാനികളായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അലിയെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, സഅദേ, നീ ഒരിക്കലും ഇനി പേടിക്കേണ്ടതില്ല, ഇനി ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. ഇതാ കാണുന്ന അബൂബക്കർ ഉണ്ടല്ലോ, ഇവൻ നിന്റെ ചങ്ങാതിയാണ്. ഈ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉസ്മാൻ ഉണ്ടല്ലോ, അലി ഉണ്ടല്ലോ, ഇനി മുതൽ ഇവരെല്ലാവരും നിന്റെ കൂട്ടുകാരായിരിക്കും. നീ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. അവർ കെട്ടിപ്പിടിക്കുകയാണ് സഅദ് സലമി റളിയല്ലാഹു അൻഹുവിനെ. പിന്നെ വിവാഹമാണോ നിന്റെ പ്രശ്നം? ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ അംർ ഇബ്നു വഹബിന്റെ മകളെ തന്നെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. സുന്ദരിയായ ഒരു മകളുണ്ട് അംർ ഇബ്നു വഹബിന്റെ, അതുകൊണ്ട് അവളെ തന്നെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. നീ തയ്യാറാണോ? അംർ ഇബ്നു വഹബിന്റെ മകളെ വിവാഹം ചെയ്യാൻ തയ്യാറല്ല. എന്തേ കാരണം? മഹർ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. മാത്രല്ല, ഇദ്ദേഹം വിരൂപനാണ്, കറുത്ത വർഗക്കാരനാണ്, സമ്പത്തൊട്ടുമില്ല, കുടുംബമില്ല, തറവാടിത്തമില്ല. ഞാൻ എങ്ങനെ അംർ ഇബ്നു വഹബിന്റെ മകളെ കിട്ടും? മഹർ കൊടുക്കാൻ പ്രവാചകരെ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് ആ നിമിഷത്തിൽ തന്നെ ഈ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഇതാ, നീ മഹറായി കൊടുത്തോളൂ, വിവാഹം നടക്കട്ടെ എന്ന് പറയുന്നു. സഅദ് സലമി റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ചു, വിവാഹം ഉറപ്പിച്ചു, തീയതി തീരുമാനിച്ചു. ഉടനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറായി കൊണ്ടുള്ള കൽപ്പന ഉണ്ടാകുന്നത്. സഅദ് സലമി റളിയല്ലാഹു അൻഹു വിവാഹം നിശ്ചയിച്ചുകൊണ്ട് വീട്ടിൽ നിൽക്കുകയാണ്. തൊട്ടടുത്ത ദിവസം വിവാഹം നടക്കാനിരിക്കുകയാണ്. സഅദ് സലമി റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം കേൾക്കുന്നു. എന്താ ചെയ്തതെന്നറിയോ? മഹർ വാങ്ങാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു നൽകിയ അല്പം സമ്പത്തുണ്ടല്ലോ, അത് വിറ്റുകൊണ്ട് അങ്ങാടിയിൽ നിന്ന് നല്ല മൂർച്ചയുള്ള ഒരു വാള് വാങ്ങിക്കൊണ്ട് തന്റെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, മഹറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, വാള് വാങ്ങിക്കൊണ്ട് പ്രവാചകൻ എത്താൻ പറഞ്ഞ സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി ഓടിയെത്തുകയാണ്. യുദ്ധത്തിന് വേണ്ടി തയ്യാറായി.
വിവാഹം പ്രശ്നമായിരുന്നില്ല. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ സംഘടിപ്പിക്കുന്നിടത്ത് ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞാലും ഒരുമിച്ച് കൂടാൻ പറഞ്ഞാലും ആളുകൾ തയ്യാറാണോ? നമ്മളെപ്പോലെ ഇനിയും എത്ര ആളുകൾ നാട്ടിലുണ്ട്, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. എത്തിയ ആളുകൾ തന്നെ സംഘാടകരെ കാണിക്കാൻ വേണ്ടി ഒന്ന് തല കാട്ടി പോകലല്ലേ സാധാരണ നമ്മുടെ പതിവ്. കല്യാണം ഉണ്ടെങ്കിൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ ഒഴിവാക്കുന്ന രീതിയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ സ്വന്തം വിവാഹം നിശ്ചയിച്ച മനുഷ്യൻ മഹറിന് വേണ്ടി മറ്റൊരാള് ദാനം ചെയ്ത പണം കൊണ്ട് വാള് വാങ്ങിക്കൊണ്ട് വിവാഹത്തിനെ കുറിച്ച് ഓർമ്മിക്കാതെ വിവാഹം ഇനി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഞാൻ ബാക്കി ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അല്ലെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ആ വിവാഹം ഇനി നടക്കുമോ എന്ന് അദ്ദേഹം ആലോചിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകാൻ പറയുമ്പോൾ ആ വാള് കൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഈ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇയാളുടെ നമ്മൾ സഅദിന്റെ കല്യാണം ഉണ്ടല്ലോ എന്ന് അന്വേഷിക്കുമ്പോൾ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ കാണുന്നില്ല. സഹാബിമാര് പറഞ്ഞു കൊടുക്കുക, പ്രവാചകരെ യുദ്ധത്തിൽ ആ കറുത്ത മുഖം മൂടി ധരിച്ചുകൊണ്ട് ശത്രുപക്ഷത്തേക്ക് ആഞ്ഞടിക്കുകയും അവരുടെ ഇടയിലേക്ക് കയറി ആക്രമണം നടത്തുകയും ചെയ്ത ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, അതായിരുന്നു സഅദ് സലമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് റസൂലേ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കണ്ണീരൊലിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, കണ്ണീരൊലിപ്പിക്കുകയാണ്. ജീവിതത്തോടുള്ള പ്രേമം, ഈ ഭൗതിക ദുനിയാവിനോടുള്ള അവരുടെ താല്പര്യം എത്രത്തോളം ഉണ്ടായിരുന്നു, ഏത് ലോകത്തിനോടായിരുന്നു അവർ പ്രാമുഖ്യം നൽകിയിരുന്നത്, ഏത് ജീവിതത്തിനായിരുന്നു അവർ പ്രാധാന്യം നൽകിയിരുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായിരുന്നു സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ദുനിയാവിലുള്ള സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്. ദുനിയാവിലുള്ള സുഖങ്ങളൊക്കെ എന്നും നഷ്ടപ്പെടാം. തന്റെ മക്കൾ മരണപ്പെട്ടു പോകാം, അല്ലെങ്കിൽ മക്കൾ തന്നെ ഒഴിവാക്കി പോകാം, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാം, മാതാപിതാക്കൾ വിട പറഞ്ഞേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ പ്രതിഫലം, അള്ളാഹുവിന്റെ ശിക്ഷ അത് ശാശ്വതമാണ്. ഒരിക്കലും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എന്നൊരു ചിന്തയാണ് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ കണ്ണുകളെ കരയിപ്പിക്കുന്നു, കണ്ണുനീരൊലിപ്പിക്കുന്ന സംഭവമാണത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പക്കൽ വന്നുകൊണ്ട് ബനൂ ലിഹ്യാൻ ഗോത്രം, ഒരു ജൂത ഗോത്രം വന്നുകൊണ്ട്, പ്രവാചകരെ ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്, കുറച്ച് ഖുർആനിനെ കുറിച്ച് വിവരമുള്ള ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും സംശയിക്കുകയില്ലല്ലോ. പ്രവാചകൻ ഒന്നും ആലോചിക്കാതെ തന്നെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പണ്ഡിതന്മാരായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10ഓളം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി അയച്ചു കൊടുത്ത് അവർ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ 9 ആളുകളെയും കൊല ചെയ്തുകൊണ്ട് അവസാനം അവരുടെ നേതാവായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മാത്രം ബാക്കിയാക്കുകയാണ്. ഖുബൈബിനെ കൊന്നില്ല. എന്തിനു വേണ്ടി? സ്നേഹമുണ്ടായിട്ടല്ല, കുറച്ചുകൂടി ക്രൂരമായി കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാ സഹാബിമാരെയും, ഖുർആൻ കൂടുതൽ അറിവുള്ള 9 സഹാബിമാരെയും അവർ വഴിക്ക് വെച്ച് തന്നെ കൊല ചെയ്തു. അവസാനം ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയി ഒരു കുന്നിന്റെ മുകളിൽ കയറ്റി, ആളുകളൊന്നുമില്ലാത്ത വിജനമായ ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് ഖുബൈബിന് വേണ്ടി ഒരു കുരിശുമരം തയ്യാറാക്കി. എന്നിട്ട് ഖുബൈബിനോട് പറഞ്ഞു, ഖുബൈബേ, ഇതെന്തിനാണെന്ന് നിനക്കറിയാലോ, നിന്നെ ജീവനോടുകൂടെ ആണിയടിച്ച് തറച്ചു വെക്കുകയാണിതിൽ. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രശ്നമില്ല, എനിക്കതൊരു പ്രശ്നമില്ല. അദ്ദേഹം പുഞ്ചിരിക്കാണ്. അവർക്ക് ദേഷ്യം തോന്നി. ഏതായിരുന്നാലും ശിക്ഷയ്ക്ക് ഒരുങ്ങിക്കോളൂ, തയ്യാറായിക്കോളൂ, നിനക്ക് അവസാനമായി വല്ല ആഗ്രഹവുമുണ്ടോ എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ആ ക്രൂരന്മാരായ മുശ്രിക്കുകളായ ആളുകൾ ചോദിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കുണ്ട്, ആഗ്രഹമുണ്ട്. എന്തേ? ഭാര്യയോട് വിവരം പറയാനാണോ? മക്കളെ ഒന്നുകൂടി കവിളത്ത് ഉമ്മ വെക്കണമെന്നാണോ അദ്ദേഹത്തിന്റെ ആഗ്രഹം? മാതാപിതാക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് തിരിച്ചു വരണമെന്നാണോ? അല്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം? എനിക്കെന്റെ റബ്ബിന് വേണ്ടി റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിക്കണമെന്നായിരുന്നു. നമസ്കരിച്ചോളൂ. അവരനുവാദം നൽകുകയാണ്.
ഖുബൈബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വുളൂ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നമസ്കരിച്ചു. വളരെ പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, പെട്ടെന്ന് നിസ്കരിച്ചു തീർത്തു. ജീവിതത്തിൽ ഇന്നേ വരെ അദ്ദേഹം അത്രയും സ്പീഡിൽ വേഗതയിൽ ഒരു നിസ്കാരം നിർവഹിച്ചിട്ടില്ല. നമ്മളെ നിസ്കാരത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പ്രവാചകൻ തന്നെ വിശേഷിപ്പിച്ചല്ലോ, കോഴി കൊത്തുന്നത് പോലെ നിസ്കരിക്കുന്ന ചില ആളുകളുണ്ട്. എന്തേ? സുജൂദ് ഉണ്ടാവും, റുക്കൂ ഉണ്ടാവും, പെട്ടെന്ന് എഴുന്നേക്കും, വീണ്ടും സുജൂദ്. സൂറത്തുകൾ ഒരുപാട് ഖുർആൻ പഠിക്കാത്ത ആളുകളാണെങ്കിൽ, ഖുർആൻ മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ, മനപ്പാഠമില്ലാത്ത ആളുകളാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം ചൊല്ലിക്കൊണ്ട് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് മാത്രം ളുഹറിലും അസ്റിലും മഗ്രിബിലും ഇശായിലും ഒക്കെ ചൊല്ലിക്കൊണ്ട് നമസ്കാരം പൂർത്തിയാക്കുന്ന എത്ര ആളുകളുണ്ട്. നിസ്കരിക്കാൻ നിന്നാൽ യാന്ത്രികമായി ഫാത്തിഹ വരും, യാന്ത്രികമായി വജ്ജഹ്തു വരും. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാതെ തന്നെ നമ്മുടെ നാവിൻ തുമ്പിലേക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് ഓടി വരാറുണ്ട്. അങ്ങനെയാണോ ഖുർആൻ പഠിക്കുന്ന ആളുകൾ നമസ്കരിക്കേണ്ടത്? ഖുർആൻ ലേണിംഗ് സ്കൂളിൽ പങ്കെടുക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കൾ അങ്ങനെ നമസ്കരിക്കാൻ പാടുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു എത്രയും പെട്ടെന്ന് നമസ്കരിച്ചു. ആദ്യമായിട്ട് അദ്ദേഹം ജീവിതത്തിൽ അങ്ങനെ വേഗത്തിൽ നിസ്കരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേഗത്തിൽ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല. കൂടുതൽ സമയം എന്റെ റബ്ബിന്റെ മുമ്പിൽ മുനാജാത്ത് നടത്തണമെന്ന ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാൻ അങ്ങനെ ഈ സമയത്ത് ഒരുപാട് ദീർഘമായി നമസ്കരിച്ചാൽ നിങ്ങൾ എന്തു പറയും? എനിക്ക് മരിക്കാൻ പേടിയുള്ളത് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയില്ലേ? മുഹമ്മദിന്റെ അനുയായികളുടെ കൂട്ടത്തിൽ മരണത്തെ പേടിയുള്ള ഒരാളുണ്ട്. ഇതാ ഖുബൈബ്, കണ്ടോ, ഓന്റെ നിസ്കാരം തീരണില്ല എന്ന് നിങ്ങൾ പറയൂലേ? അതുകൊണ്ടാ ഞാൻ കൂടുതൽ ദീർഘിച്ച് നിസ്കരിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി. അതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള തൂക്കുമരം തയ്യാറായിട്ടുണ്ട്, തൂക്കുമരം റെഡിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ആ കുരിശുമരത്തിൽ ജീവനോടുകൂടെ ആണിയടിക്കാൻ തുടങ്ങി. ആ കുരിശുമരത്തിൽ കയറ്റിവെച്ച് അദ്ദേഹത്തിന്റെ ജീവനുള്ള കൈകളിൽ ബലവത്തായ ആണികൾ അടിച്ചു കയറ്റുമ്പോൾ ഓരോ ആണികളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം പറയുന്ന വചനങ്ങൾ എന്താണെന്നോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ അവരുടെ അരിശം കൂടുകയാണ്, അവർക്ക് ദേഷ്യം തോന്നുകയാണ്. അവര് വീണ്ടും വീണ്ടും ശക്തിയായി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രഹരിക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നു, ഖുബൈബേ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. നിന്റെ ശരീരത്തിലെ ആണികളൊക്കെ ഓരോന്നായി പറിച്ചെടുത്ത് നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നത് വരെ സുഖസുന്ദരമായ ചികിത്സ നിനക്ക് നൽകാം. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം, മുഹമ്മദിനെ ഒന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മതി. മുഹമ്മദിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു, മുഹമ്മദിന്റെ മതത്തെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊരൊറ്റ വാക്ക് മാത്രം നീ പറഞ്ഞാ മതി എന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത് എന്താണെന്നറിയോ? ലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ, ഞാൻ മുസ്ലിമായി കൊണ്ടാണ് മരിക്കുന്നത് എന്ന ഉറപ്പെനിക്കുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങൾ അടിക്കുന്ന ആണികൾ പ്രശ്നമില്ല, എന്നെ നിങ്ങൾ വേദനിപ്പിക്കുന്ന വേദനകൾ എനിക്ക് പ്രശ്നമില്ല. അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ, ഏത് രൂപത്തിൽ ഞാൻ കൊല ചെയ്യപ്പെട്ടാലും, ഏത് രൂപത്തിൽ ഞാൻ ആക്രമിക്കപ്പെട്ടാലും അതൊന്നും എനിക്ക് യാതൊരു വിഷയവുമില്ല എന്ന് അവരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടുകൂടെ പറയുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ദേഷ്യം കൂടുകയാണ്. അവർ പറയുന്നു, നിന്നെ ഞങ്ങൾ വെറുതെ വിടൂല, നിന്നെ കൊല്ലാൻ തന്നെയാണ് തീരുമാനം, വെറുതെ കൊല്ലൂല. ഈ കുരിശുമരത്തിൽ നിന്ന് എടുത്തിട്ട് നിന്റെ കൈയും കാലും ഇങ്ങനെ ഓരോ കഷ്ടങ്ങളാക്കി അംഗവിക്ഷേപം നടത്തിയിട്ട്, അംഗച്ഛേദം നടത്തിയിട്ട് പറവകൾക്ക് എറിഞ്ഞു കൊടുക്കുമെടാ എന്ന് ദേഷ്യത്തോടുകൂടെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഈ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഹ്സിഹിം അദദാ
വഖ്തുൽഹും ബിദദാ വലാ തുഗാദിർ മിൻഹും അഹദാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ഞാൻ സഹിക്കുന്ന പ്രയാസങ്ങൾ എനിക്ക് പ്രശ്നമല്ല റബ്ബേ. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലാഹുമ്മ ഖ്തുൽഹും ബിദദാ, അല്ലാഹുമ്മ ഖ്തുൽഹും അദദാ വഹ്സിഹിം ബിദദാ. അല്ലാഹുവേ, ഇവരെ നീ കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വെക്കണം. ആരൊക്കെയാണ് എന്നെ ഉപദ്രവിച്ചത്, എന്നെ മർദ്ദിച്ചത്, എന്നെ കൊല ചെയ്യാൻ വേണ്ടി ഈ ഒരുമിച്ച് കൂടിയത്, ആ ആളുകളെ മുഴുവനും നീ കണ്ടുവെക്കണം റബ്ബേ. അവരെ നീ എണ്ണി തിട്ടപ്പെടുത്തണം റബ്ബേ. എന്നെ ഏത് രൂപത്തിലാണോ അവർ കൊല ചെയ്തത്, ആ രൂപത്തിൽ തന്നെ ഈ മുഴുവൻ ആളുകളെയും നീ കൊല ചെയ്യണം റബ്ബേ. മാത്രല്ല, അവസാനമായി അദ്ദേഹം പറയുന്നത്, അല്ലാഹുവേ, എന്റെ മുത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് ധാരണയില്ല, എന്നെ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് അറിയുന്നില്ല. അദ്ദേഹത്തിന് ഗൈബ് അറിയില്ലല്ലോ, മറഞ്ഞ കാര്യങ്ങൾ അറിയില്ലല്ലോ, അദൃശ്യ കാര്യങ്ങൾ കാണാനുള്ള കഴിവില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, എന്നെ കൊന്ന വിവരം ഈ രൂപത്തിലൊക്കെയാണ് എന്നെയും എന്റെ കൂട്ടുകാരെയും അവർ ചെയ്തത് എന്ന് കൃത്യമായി എന്റെ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കൊടുക്കണം, വിവരം നൽകണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേയുള്ളൂ. അദ്ദേഹത്തെ കൊല ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആശകൾ മുഴുവനും തീർന്നു. 2 റക്അത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ ജീവിതത്തോട് അദ്ദേഹം വിട പറഞ്ഞു. മറ്റൊരാഗ്രഹങ്ങളും തന്റെ ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ നാട്ടുകാരെ കുറിച്ചോ താൻ വിട്ടേച്ചു പോന്ന തന്റെ സമ്പത്തിനെ കുറിച്ചോ തന്റെ പറമ്പിനെ കുറിച്ചോ വീടിനെ കുറിച്ചോ അദ്ദേഹം ആലോചിക്കാൻ തയ്യാറായില്ല. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ വാർത്തെടുത്ത സമൂഹത്തിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. പ്രവാചകന്റെ തിരുനാവിൻ തുമ്പിൽ നിന്ന് വ്യക്തമായ അധ്യാപനങ്ങൾ നേരിട്ട് കരസ്ഥമാക്കാൻ കഴിഞ്ഞ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു അവര്. പരിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞില്ലേ, അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയില്ലേ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഉത്തമമായ സമുദായമാണ്. ആരാണത്? ഖുർആൻ പഠിച്ച ആളുകളാണ്. നമ്മളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നമ്മളെ കുറിച്ചാണോ? കുൻതും ഖൈറ ഉമ്മ, ഉത്തമമായ സമുദായമാണ്. ഉത്തമമായ സമുദായമാണ്, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, തിന്മ കണ്ടാൽ നിങ്ങൾ വിരോധിക്കാൻ മടിക്കുന്നില്ല. തിന്മകൾ നിങ്ങൾ വിരോധിക്കുന്നു. അങ്ങനെയുള്ള ഒരു സമുദായമാണ് പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ. അത് സഹാബിമാർക്ക് മാത്രം വേണ്ടിയുള്ളതല്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കണം, നമ്മളും ആ സമുദായത്തിൽപ്പെട്ടവരാണ്. പരിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ അല്ലെങ്കിൽ അംഗീകാരം നൽകിയിട്ടുള്ള ആ സമുദായത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നന്മ കൽപ്പിക്കാൻ നമുക്ക് മടിയുണ്ടോ? ആളുകളുടെ മുമ്പിൽ തുറന്ന് നന്മ പറയാൻ നമുക്ക് പേടിയുണ്ടോ? അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തിന്മയെ വിരോധിക്കാൻ, നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ നമുക്ക് പല തടസ്സങ്ങളുമുണ്ടോ? എങ്കിൽ ആ പരിശുദ്ധ ഖുർആനിന്റെ ഗണത്തിൽ ഉത്തമമായ സമുദായം എന്ന വിഭാഗത്തിൽ ഒരിക്കലും നമ്മൾ പെടുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കാത്ത ആളുകളോട്, ഖുർആനിന്റെ വിരോധികളോട്, ഇസ്ലാമിന്റെ ശത്രുക്കളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അഴകുടമ്പൻ നയം സ്വീകരിക്കുന്നവരല്ല. അവരെ എതിർക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് വല്ല എതിർപ്പും തങ്ങളുടെ കുടുംബത്തിനോ തന്റെ നാടിനോ അല്ലെങ്കിൽ തനിക്കോ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമെന്ന പേടി അവർക്കുണ്ടായിരുന്നില്ല. സത്യനിഷേധത്തോട്, കുഫറിനോട് അല്ലെങ്കിൽ തിന്മയോട് വ്യക്തമായ പ്രതികരണവും പ്രതികരണ ശേഷിയും അതിനോട് കൃത്യമായ എതിർപ്പും ആ ആളുകൾക്കുണ്ടായിരുന്നു. മാത്രവുമല്ല, റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ അങ്ങേയറ്റം കരുണയോടുകൂടെ വർത്തിക്കുന്ന ആളുകളായിരുന്നു അവര്. അതാ പ്രത്യേകത.
അവർക്കിടയിൽ പരസ്പരം അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു. അവർക്ക് വിശ്വാസികളായ ആളുകൾക്ക് ഭയങ്കരമായ സ്നേഹമായിരുന്നു. നമ്മൾ തമ്മിലുള്ള നമ്മളുടെ ഇണക്കവും നമ്മളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ആ ബന്ധവും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ സഹാബിമാരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ലേ? അവർക്കുണ്ടായിരുന്ന പരസ്പര സ്നേഹം അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തമായി എന്താവശ്യമുണ്ടെങ്കിലും തങ്ങൾക്ക് സ്വാർത്ഥമായ മറ്റു ഒരു ലക്ഷ്യങ്ങളുമില്ല. എല്ലാം തന്നെക്കാൾ തന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന, തന്റെ കുടുംബക്കാരനെ അല്ലെങ്കിൽ തന്റെ നാട്ടുകാരനെ, തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ഒരൊറ്റ വിശ്വാസവും ധാരണയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മക്കയിൽ നിന്ന് ഹിജ്റ വന്ന മുഹാജിറുകളായ ആളുകളെ അൻസാരികളായ ആളുകൾ സഹായിച്ചത്, അവരോടുള്ള സഹകരണം ഏത് രൂപത്തിലായിരുന്നു? വിശദീകരിക്കേണ്ടതില്ലല്ലോ. തന്റെ കുടുംബങ്ങളെ വിട്ടിട്ടാ അവര് പോന്നത്, തന്റെ മക്കളെ വിട്ടിട്ടാ പോന്നത്, അല്ലെങ്കിൽ തന്റെ അടുത്ത വേണ്ടപ്പെട്ട ആളുകളെ മക്കയിൽ ഒഴിവാക്കിയിട്ടല്ലേ മദീനയിലേക്ക് അവർ വന്നത്? എന്തിനു വേണ്ടിയായിരുന്നു? ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ കെലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ റസൂലിന്റെ ആദർശം ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാ അവര് മദീനയിലേക്ക് വന്നത്. കുടുംബങ്ങളെയും തന്റെ ജനിച്ച മണ്ണിനെയും ഒഴിവാക്കിക്കൊണ്ട് കുന്നിൻ പുറത്ത് കയറിക്കൊണ്ട് അവര് പറയുന്ന വാക്കുകളുണ്ട്, കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട്. മക്കാ മക്കാ, നിനക്ക് വിട, നിനക്ക് സലാം, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും നിന്റെ മണ്ണിലേക്ക് തിരിച്ചു വരും കേട്ടോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ കണ്ണീരൊലിപ്പിച്ചിട്ടും കൊണ്ട് പറഞ്ഞിട്ടും അവർക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. അവർക്ക് മക്കളെ കുറിച്ച് ഓർമ്മ വന്നില്ല. തന്റെ കുടുംബങ്ങളെ വിട്ടേച്ചു പോകുന്നതിന്റെ വിഷമം അവർക്കുണ്ടായിരുന്നില്ല. അവര് മദീനയിൽ വന്നുകൊണ്ട് അവരെ സ്വീകരിച്ച, അവരെ ആനയിച്ച, അവരെ സൽക്കരിച്ച, അവരോട് സഹകരണ മനോഭാവം പുലർത്തിയ അൻസാരികളായ ആളുകളോട് ഇടകലർന്നവർ ജീവിച്ചു. അവരുടെ ഹൃദയം ഒന്നുപോലെയായിരുന്നു, ഒരൊറ്റ ഹൃദയം പകുത്തു നൽകിയതുപോലെയായിരുന്നു. അവര് മക്കയിൽ നിന്ന് വരുമ്പോൾ അവരെ സ്വീകരിച്ച സ്വഭാവം കവി വിശദീകരിക്കുന്നുണ്ട്. വാഖദൽ കുല്ലു ഖിതാമൽ ജമലി മുഅമ്മിലൻ തശ്രീഫുഹു ബിന്നുസുലി ഖാല ദഉഹാ ഇന്നഹാ മഅ്മൂറാ ലിതബ്റുകൽ മാഹില്ലതൽ മബ്റൂറാ. ഓരോരുത്തരും ഒട്ടകത്തിന്റെ കയറുകൾ ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ, ഇന്നെന്റെ വീട്ടിൽ കൂടാം, എന്റെ സൽക്കാരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ കയറിങ്ങനെ പിടിച്ചു വലിക്കുമ്പോ അവര് വിടാൻ പറയുന്നു. വിട്ടോളൂ വിട്ടോളൂ, ഞങ്ങള് വരാം. ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. എല്ലാ ആളുകൾക്കും അവരവരുടെ വീടുകളിൽ കൂട്ടുകാരായിട്ട് ഓരോരുത്തരെ കിട്ടണമെന്ന ആഗ്രഹമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ. ഓരോ വീട്ടിലേക്കും ഓരോരുത്തരെ അയക്കുകയാണ്. ഓരോ കുടുംബത്തിലേക്കും പ്രവാചകൻ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരെ നിശ്ചയിച്ചു കൊടുത്തു. അതിനുശേഷം സംഭവിച്ചത്, വീടുകൾ അവർക്ക് പകുതിയായി കൊടുത്തു, അവരുടെ സ്വത്തുകൾ ഭാഗിച്ച് പകുതിയായി കൊടുത്തു. പകുതിയിലധികം കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു. തന്റെ 2-3 ഭാര്യമാരുണ്ടായിരുന്ന ആളുകൾ ഒരൊറ്റൊന്നിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള ഭാര്യമാരെ, ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യമാരെ ഒഴിവാക്കിക്കൊണ്ട് കൂട്ടുകാർക്ക് വേണ്ടി ദാനം ചെയ്യാൻ, വിവാഹം ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറായി എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് സഹോദരന്മാരെ? നേരത്തെ പറഞ്ഞല്ലോ, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നമ്മൾ ആരെങ്കിലും ഇന്നേ വരെ എനിക്ക് പൊറുത്തു തരണമേ എന്ന് പറയുന്നതിന് കൂടെ എന്റെ കൂട്ടുകാർക്കും നീ പൊറുത്തു കൊടുക്കണമേ, എന്റെ നാട്ടുകാർക്ക് നീ പൊറുത്തു കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഏറി വന്ന മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നീ സ്വർഗം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ കൂട്ടുകാരായ, യാതൊരു ബന്ധവുമില്ലാത്ത, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റു സഹോദരന്മാരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രൂപത്തിൽ അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും നമ്മുടെ മനസ്സൊരുങ്ങിയിട്ടുണ്ടോ? തയ്യാറായിട്ടുണ്ടോ? സ്വാർത്ഥ താല്പര്യങ്ങൾ അതിന് നമ്മളെ ഒരുക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. അതല്ല നമ്മുടെ ജീവിതത്തിൽ നേരെ മറിച്ചാണോ ഉള്ളത്? എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇല്ലേ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവത്തിൽ കാണാൻ കഴിയും. ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഓരോരുത്തർക്കും തീരുമാനിക്കാൻ കഴിയും.
എല്ലാ ജീവിതത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ള ആളുകളോടുള്ള സ്നേഹത്തിലും അവരോടുള്ള സാഹോദര്യത്തിലും അവരോടുള്ള സഹകരണത്തിലും ത്യാഗ മനോഭാവത്തിലും ഇത്തരത്തിലുള്ള മറ്റെല്ലാ സംഗതികളിലും പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഏത് രൂപത്തിൽ മാറ്റം വരുത്തി എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞതുപോലെ ഖുർആൻ വാർത്തെടുത്ത ഒരു സമൂഹം, ആ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടേണ്ടതുണ്ട്. അത് സ്വഹാബിമാർക്ക് മാത്രം പറഞ്ഞതല്ല, സ്വഹാബി വനിതകൾക്ക് മാത്രം പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആനിന്റെ അനുയായികളായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഖുർആൻ മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള, അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടുള്ള ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ മുഴുവനും നമുക്ക് കാണേണ്ടതാണ്, അനിവാര്യമാണ്. അതല്ലാത്ത പക്ഷം അന്ത്യനാളിൽ വിരലുകൾ കടിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വഖാലർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. ഈ പറഞ്ഞ നമ്മൾ പ്രിയപ്പെട്ടതായി കാണുന്ന, അങ്ങേയറ്റം സ്നേഹിക്കുന്ന, വളരെയധികം ആദരവും ബഹുമാനവും നൽകി ഇത്രയും കാലം പ്രിയപ്പെട്ടതായി നമുക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന ആ വേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചത്ത് ചൂണ്ടിയിട്ട് ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, ഇതാ ഈ കാണുന്ന സമൂഹമാണ്, ഈ സമുദായമാണ്, ഇവരെ പിടിച്ചോളൂ, ഇവരെ നീ ശിക്ഷിച്ചോളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെയൊക്കെ മുഖത്ത് നോക്കി പറയാൻ ഇടവരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? പലിശവാകുന്ന സാഹചര്യത്തിൽ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുക എന്നത് മാത്രമല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അൽ ഐനാൻ സിനാഹുമൽ അന്നദർ എന്ന് പ്രവാചകൻ പറഞ്ഞില്ലേ? രണ്ട് കണ്ണുകൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടുണ്ടോ? വർരിജ്ലാൻ സിനാഹുമൽ മശിയു, ആ രണ്ട് കാലുകൾ കൊണ്ട് വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്. എന്താണെന്നറിയോ? അവർ വ്യഭിചാരത്തിലേക്ക് അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലേക്ക് നടന്നു പോകുന്നത്, മോശമായ കാര്യങ്ങൾ കാണാൻ വേണ്ടി നടന്നു പോകുന്നത്, ചെയ്യാൻ വേണ്ടി നടന്നു പോകുന്നത് ആ രണ്ട് കാലുകൾ വ്യഭിചരിക്കുകയാണ്. കൈകൾ വ്യഭിചരിക്കുന്നുണ്ട്, കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിലൊന്നും പെടാതിരിക്കണം. വ്യഭിചാരം എന്ന് പറയുന്നത് അത് നാം മനസ്സിലാക്കിയതുപോലെ ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുക എന്നത് മാത്രമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ ഓരോ വിശ്വാസിയെയും ഉത്ബോധിപ്പിച്ചത് കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്തവരായിരിക്കണം, കാലുകൾ കൊണ്ട് വ്യഭിചരിക്കാത്തവരായിരിക്കണം, ഹൃദയം കൊണ്ട് വ്യഭിചരിക്കാത്തവരായിരിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് വേണ്ടാത്തരങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ദർശിക്കാൻ വളരെ വിശാലമായി നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നോക്കാതെ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ തന്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായി നമ്മൾ മാറേണ്ടതുണ്ട്, തഖ്വയുള്ളവരായി നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഖ്വയുടെ വിശദീകരണം നൽകിയത് മുള്ളുകളും കല്ലുകളും നിറഞ്ഞ അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യൻ എത്ര സൂക്ഷ്മത കാണിക്കും, ആ രൂപത്തിൽ നടന്നു പോകുന്നവരായിരിക്കണം. ദുനിയാവ് അങ്ങനെയാണ്. ക്ഷുദ്രജീവികളുണ്ട്, മോശമായ വർത്തമാനങ്ങളുണ്ട്, മോശമായ സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. ആ സംസ്കാരങ്ങളിൽ അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ആ സംസ്കാരങ്ങൾ അല്പം പോലും ജീവിതത്തിലേക്ക് കടന്നുവരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത മുഴുവൻ പഴുതുകളും കൊട്ടിയടക്കുന്ന വിശ്വാസികളായി നമ്മൾ മാറേണ്ടതുണ്ട്. അതാണ് ഖുർആനിന്റെ അനുയായികൾ, പുരുഷന്മാരായ ആളുകൾ. നമ്മളൊക്കെ ദുനിയാവില് ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാർ ഇല്ലാത്ത ആളുകളായിട്ട് മാറുകയാണ്. ദുനിയാവിന്റെ പളവളപ്പും ദുനിയാവിന്റെ സൗകര്യങ്ങളും അല്പം പോലും ഒഴിവാക്കാൻ നമ്മളാരും തയ്യാറല്ല. നമ്മളൊക്കെ ജീവിതത്തിൽ സഹിക്കുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങൾ എന്താ? ഏറ്റവും വലിയ പ്രയാസങ്ങളായിട്ട് നമുക്ക് തോന്നുന്നത് എന്താ? ഏറി വന്ന സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കാനെത്തും.
ഇതന്നെ വലിയ ഔദാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. നാട്ടിൽ നിസ്കരിക്കാതെ ആ നേരത്ത് കടന്നുറങ്ങുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഞാൻ സുബൈക്ക് പള്ളിയിലെത്തുന്നുണ്ടല്ലോ. ഇതല്ലേ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എന്നാൽ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കൽ വലിയ ഔദാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി, മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആൾക്കാർ നാട്ടിലില്ലേ? ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചില്ലേ? അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ തയ്യാറായില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നില്ലേ? അത് മനസ്സിലാക്കുന്നില്ലേ? അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നില്ലേ? ഇതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിങ്ങളായി എന്നത് എന്റെ അനുഗ്രഹം കൊണ്ടായതാണ്, എന്റെ ഔദാര്യം കൊണ്ടായതാണ്. ഈ ശരിയായ മാർഗത്തിലേക്ക് ഖുർആൻ പഠിക്കുന്ന ആളുകളായി തീർന്ന ഈ ഒരു ശരിയായ പാതയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം അത് നിങ്ങളുടേതല്ല, നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തന്നത് ഞാനാണ്. അത് വലിയൊരു ഔദാര്യമായിട്ട് നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. അപ്പൊ സുബൈക്ക് പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്നുണ്ട് എന്നത് വലിയൊരു ഔദാര്യമായി നിങ്ങൾ കാണേണ്ടതില്ല. പുരുഷന്മാരാണോ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലേ? അല്ലാത്ത ആളുകളുടെ നമസ്കാരം സ്വീകാര്യമാവുകയില്ല എന്നല്ലേ സഹാബിമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചില്ലേ, റസൂലേ ഞാൻ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കണോ? കണ്ണ് കാണൂല റസൂലേ, വഴി വളരെ ദുർഘടമാണ്, എന്നെ കൊണ്ടുവരാൻ വീട്ടിൽ വഴികാട്ടികളില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് വരണമെന്നുണ്ടോ എന്ന് റസൂലിനോട് ചോദിക്കുമ്പോ റസൂൽ കൊടുത്ത മറുപടി എന്താ? ഉമ്മു മക്തൂമേ നീ പ്രയാസപ്പെടണ്ട, എപ്പോഴൊന്നും വരണ്ട, ഇടക്കൊക്കെ വന്നാ മതി എന്നാണോ പറഞ്ഞത്? അല്ല. എന്തേ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്താൻ പ്രവാചകന് ഇഷ്ടമുണ്ടായിരുന്നോ? ഒരിക്കലും പ്രവാചകൻ ആ കണ്ണ് കാണാത്ത മനുഷ്യനോട് വെറുപ്പുണ്ടായിരുന്നില്ലല്ലോ. അദ്ദേഹത്തോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്ന റസൂൽ എന്തേ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത്? ഉമ്മു മക്തൂമേ നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കാറുണ്ടോ? എന്നാൽ നീ നിർബന്ധമായും പള്ളിയിൽ വന്ന് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന നൽകുന്നത് എന്തുകൊണ്ടാ? ജമാഅത്ത് നിസ്കാരം ആണുങ്ങൾക്ക് നിർബന്ധമാണെന്നല്ലേ? എടത്തനാട്ടുകര പോലുള്ള ഒരു പ്രദേശത്ത് സ്ത്രീകളായ ആളുകൾ പോലും പള്ളിയിലേക്ക് എല്ലാ വക്ത് ജമാഅത്തിലും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ് പുരുഷന്മാരായ ആളുകൾ ഒരിക്കലും ആ കാര്യത്തിൽ പിന്നിലായിരിക്കുകയില്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വളരെ പ്രിയപ്പെട്ട ഒരു തോട്ടം വിൽക്കാൻ കാരണമായത് എന്തേ? അദ്ദേഹത്തിന്റെ ഒരു നേരത്തെ ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടതാ. തന്റെ പറമ്പിലെ, തന്റെ തോട്ടത്തിലെ തേങ്ങയും മാങ്ങയും അടക്കയും ചക്കയും പറിക്കാൻ എന്നതിന്റെ പേരിൽ ജമാഅത്തുകൾ എത്രയോ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് സഹോദരന്മാരെ. തേങ്ങ പറിക്കാൻ ആളുണ്ടെങ്കിലും അതിന്റെ ചോട്ടിൽ ഇങ്ങനെ നോക്കി നിന്നിട്ട് ആഹ്ലാദം കൊള്ളാൻ വേണ്ടി, ആനന്ദം കൊള്ളാൻ വേണ്ടി നമ്മൾ എത്ര ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടുണ്ട്. പുരുഷന്മാർ നെഞ്ചത്ത് കൈവച്ച് പറയണം, സ്ത്രീകൾ അവരെ പറഞ്ഞയച്ചിട്ടുണ്ടോ പള്ളികളിലേക്ക്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു നേരം ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമായ സന്ദർഭത്തിൽ തന്റെ ആ തോട്ടം വളരെ കുറഞ്ഞ വിലക്ക് വിറ്റൊഴിവാക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഒരു സഹാബി മരണപ്പെടാൻ വേണ്ടി മരണാസന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരായ ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടിയിട്ട് മകനും മകളും തന്റെ ഭാര്യയും തന്റെ കുടുംബങ്ങളും ഒക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. കണ്ണീര് പൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സഹാബി അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്റെ കാര്യം ആലോചിച്ചിട്ടാണോ നിങ്ങൾ ബേജാറാകുന്നത്? നിങ്ങൾ കരയേണ്ടതില്ല. കാരണം എന്താണെന്നറിയോ? ഇന്നേ വരെ ജീവിതത്തിൽ, ഇന്നേ വരെ ദുനിയാവിൽ വെച്ച് ഒരൊറ്റ വക്ത് ജമാഅത്ത് നമസ്കാരത്തിനും ഇമാമിന്റെ പിരടി കാണാതെ ഞാൻ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, എന്തേ ആ സഹാബി പറഞ്ഞത്? ഇന്നേ വരെ ഒരൊറ്റ വക്ത് ജമാഅത്ത് നമസ്കാരത്തിലും ഒരു ഇമാമിന്റെ പിരടി കാണാതെ ഞാൻ നിന്നിട്ടില്ല എന്ന്. അതായത് ഇമാമിന്റെ തൊട്ടുപിറകിൽ എല്ലാ വക്ത് ജമാഅത്തിലും, ജീവിതത്തിലെ മുഴുവൻ ജമാഅത്ത് നമസ്കാരങ്ങളിലും അദ്ദേഹം പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും പുരുഷന്മാരെ, ആണുങ്ങളെ അങ്ങനെ ധൈര്യം കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ മരണവേളയിൽ നമ്മുടെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളെ സമാധാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയാൻ കഴിയോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അപ്പോ ഈ രൂപത്തിലാണ് നമ്മുടെ ജീവിതം മാറേണ്ടത്.
ഈ രൂപത്തിലേക്കാണ് നമ്മൾ മാറി വരേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള ഒരു സമുദായത്തെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ജീവിതം അങ്ങേയറ്റം ക്രമീകൃതമായിരിക്കണം. സാമൂഹികമായ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ അള്ളാഹുവും അവന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സമുദായമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم.